ഗ്രേറ്റർ ബംഗ്ലാദേശ്. ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഗ്രേറ്റർ ബംഗ്ലാദേശ്. അതായത് വിശാലമായ ഒരു ബംഗ്ലാദേശ്. ബംഗ്ലാദേശികൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് വലിയ രാജ്യം വേണം. അതിന് അടുത്തവൻ്റെയൊക്കെ അതിനൊക്കെ മാന്തി വിശാലമായ ഒരു ഭൂപടമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മിക്കവാറും മറ്റു രാജ്യങ്ങളുടെ കയ്യിലിരിക്കുന്ന എല്ലാം കൂടെ വാങ്ങിച്ചു കെട്ടാനുള്ള എല്ലാ സാധ്യതകളും ബംഗ്ലാദേശുണ്ട്. അത് ഇന്ത്യ തന്നെ കൊടുക്കേണ്ടി വരുമായിരിക്കും അല്ലേ? അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നുണ്ട്. ചോദിച്ചു വാങ്ങുക എന്ന് പറയില്ലേ, തന്നില്ലെങ്കിൽ ചോദിച്ചു വാങ്ങുക. അപ്പം കിട്ടുന്നത് വാങ്ങിക്കോട്ടെ എന്ന് പറയേണ്ടി വരും. ഇതിപ്പോൾ ഈ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഭൂപടം ഇറക്കിയിരിക്കുകയാണ്. ആ ഭൂപടം ഇറക്കിയിരിക്കുന്നത് അവരുടെ പുതുവത്സരാഘോഷമായിട്ടുള്ള ഏപ്രിൽ 14 പൊഹേല ബൈശാഖ് എന്ന് അതിനെ പറയുന്നത്. നമ്മുടെ ഇവിടുത്തെ ഓണമൊക്കെ പോലെ ആ ഒരു സംഭവം തോന്നുന്നു. വിശാഖം നക്ഷത്രവുമായി ബന്ധപ്പെട്ടിട്ട് വന്ന ഒരു ഇതാണ് ബൈശാഖ് എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു പുതുവത്സരാഘോഷ ദിനത്തിൽ ധാക്ക സർവകലാശാലയിലാണ് ഇത് പ്രദർശിപ്പിച്ചത്. അന്ന് അന്ന് ഏപ്രിലിൽ പ്രദർശിപ്പിച്ചതാണ്. പക്ഷെ വിവരങ്ങൾ ഇങ്ങനെ എത്തി ഇതെല്ലാം പുറത്തു വരാനുള്ള സമയമെടുക്കുമല്ലോ. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പാർലമെൻറ്റിൽ സംസാരിക്കേണ്ടേ. അതായത് രൺദീപ് സിംഗ് സുർജേവാല എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് ഇത് ചോദിച്ചത്. ഇത് കണ്ടില്ലേ, ഇത് നിങ്ങൾ എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മൾ അതിനുള്ള നടപടികൾ എടുക്കുന്നു. നമ്മളിതിന് മുമ്പേ അറിഞ്ഞു, നമ്മൾ അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം എസ് ജയശങ്കർ ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള പശ്ചിമ ബംഗാൾ, ബീഹാറിൻ്റെ ചില ഭാഗങ്ങൾ, ജാർഖണ്ഡ്, ഒഡീഷ, മ്യാൻമാറിൻ്റെ അവരുടെ ഈ അരാക്കൻ ആർമിയുടെയൊക്കെ സാന്നിധ്യമുള്ള ആ ഒരു പ്രവിശ്യ തുടങ്ങിയൊക്കെ കൂടെ ചേർത്തിട്ടാണ് ഈ ഭൂപടം അവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചു വാങ്ങുന്നതാണ് തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇതിൽ ബംഗ്ലാദേശ് സുൽത്താനേറ്റിനെ പരാമർശിക്കുന്ന ഒരു ചരിത്ര പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ ഒരു മാപ്പ് തയ്യാറാക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ ബംഗ്ലാദേശ് അതിനെ വളരെ ലഘൂകരിച്ച് അത് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ അത്ര ലഘൂകരിച്ചല്ല കാണുന്നത്. വളരെ കാര്യമായിട്ട് തന്നെ കാണുന്നുണ്ട്. അവിടുത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ നമുക്കറിയാം. നമുക്കെതിരെ നിൽക്കുന്ന ഒരു പാവ സർക്കാരൊക്കെയാണ് അവിടെ ഉള്ളത്. ഏത് നിമിഷവും എന്തെങ്കിലും ചെയ്യാം, അങ്ങനെയുള്ള അവസ്ഥയായതുകൊണ്ട് തന്നെ ഇതേക്കുറിച്ച് ഇന്ത്യ അന്വേഷണം നടത്തി. അപ്പോൾ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ ഇതിൽ തുർക്കിക്കൊരു വലിയ പങ്കുണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഇതിന് പിന്നിൽ സുൽത്താനത്ത് ഈ ബംഗ്ല എന്ന് പറയുന്ന തുർക്കിയുടെ ഒരു NGO ഉണ്ട് എന്ന് പറയുന്നു. NGO എന്ന് പറയുമ്പോഴും അത് ഇസ്ലാമിക സംഘടന, അതായത് ആ ഒരു ഭീകരവാദ സംഘടന എന്നുള്ള തരത്തിൽ തന്നെയാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. അപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഇതേക്കുറിച്ച് വളരെ ഗൗരവത്തോടു കൂടി കാണുന്നു എന്നുള്ളതാണ്. ഈ മേഖലയിലുള്ള വിദേശ ശക്തികൾ ആരൊക്കെയാണ് ഇതിനു വേണ്ടി പിന്തുണ കൊടുക്കുന്നത്, കൂടുതൽ വിദേശ ശക്തികൾ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാപ്പ് ഇറങ്ങിയപ്പോൾ ഈ മാപ്പ് ബംഗ്ലാദേശിലും പാകിസ്ഥാനിലുമൊക്കെ അവരുടെ തീവ്ര ഒരു വിഭാഗങ്ങളുടെയൊക്കെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾക്ക് ഇത് വളരെ വ്യാപകമായിട്ട് വൈറലാവുകയും ചെയ്തിട്ടുണ്ട്. തുർക്കി ആസ്ഥാനമായിട്ടുള്ള NGO ആയിട്ടുള്ള ടർക്കിഷ് യൂത്ത് ഫെഡറേഷനുമായിട്ട് ബന്ധമുള്ള ഇസ്ലാമിക സ്ഥാപനമാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സുൽത്താനത്ത് ഈ ബംഗ്ല എന്ന് പറയുന്നത്. ഈ സംഘം രാജ്യത്തിലില്ല എന്നുള്ള നിലപാട് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശ് ഉയർത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ തുർക്കിയുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് ദക്ഷിണേഷ്യയിലേക്ക് ഇസ്ലാമിക തീവ്രവാദം കൊണ്ടുവരാനുള്ള ഒരു ശ്രമം, തുർക്കിയുടെ ഒരു ശ്രമം ഇതിന് പിന്നിലുണ്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ മനസ്സിലാക്കാം. NGO, മതപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, അക്കാദമിക പരിപാടികൾ എന്നിവയൊക്കെ ഉപയോഗിച്ച് റാഡിക്കൽ സ്വാധീനങ്ങളുള്ള ആ സമൂഹത്തിലേക്കൊക്കെ നുഴഞ്ഞു കയറാനുള്ള എർദോഗന്റെ ശ്രമം. എർദോഗൻ ഈ പറയുന്ന തീവ്ര നിലപാടുള്ളവരുടെ ഒരു രാജാവായി വാഴുക എന്നുള്ളത് എർദോഗന്റെ ഒരു മോഹം കൂടിയാണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ബംഗ്ലാദേശിനെ ഇതിലേക്ക് വലിച്ചു ചേർക്കാനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇസ്ലാമിക സ്വത്വം പ്രോത്സാഹിപ്പിക്കുന്ന ഗ്രൂപ്പുകളെയൊക്കെ അവർ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ ഇസ്ലാമിക സ്വത്വത്തിന് വളരെ വളക്കൂറുള്ള ഒരു മണ്ണ് കൂടിയാണ്. ഇത് സംബന്ധിച്ചിട്ട് നമ്മൾ പറഞ്ഞ പോലെ രാജ്യസഭയിലാണ് കോൺഗ്രസ് നേതാവ് ചോദ്യം ഉന്നയിച്ചത്. അപ്പോൾ ഇതിൽ എന്താണ് തുർക്കിയുടെയും ബംഗ്ലാദേശിൻ്റെ ആവശ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് വിഘടനവാദ പ്രവണതകളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയെ അസ്ഥിരമാക്കുക, ചരിത്രപരമായിട്ടുള്ള സാന്ദർഭിക സിദ്ധാന്തങ്ങളൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് നിയമവിരുദ്ധമായിട്ടുള്ള കുടിയേറ്റങ്ങളെ നിയമവിധേയമാക്കുക എന്നുള്ളതുണ്ട്.
മൂന്നാമതായിട്ട് ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ ഘടകങ്ങൾക്കും ഇന്ത്യയിലെ തീവ്രവാദ ഘടകങ്ങൾക്കും, അതായത് ബംഗ്ലാദേശിലെ ഇന്ത്യ വിരുദ്ധ ഘടകങ്ങൾക്കും ഇന്ത്യയിലുള്ള തീവ്രവാദ ഘടകങ്ങൾക്കും ഇടയിൽ ഒരു പാലമായിട്ട് പ്രവർത്തിക്കുക എന്നുള്ളത് കൂടി ഇതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. മറ്റൊന്ന് വംശീയ ഐക്യം അല്ലെങ്കിൽ മനുഷ്യാവകാശം എന്നുള്ള വ്യാജേന ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളൊക്കെ ലോകത്തെ അറിയിക്കാനുള്ള ഒരു നീക്കം കൂടി ഇതിന് പിന്നിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സ്വാഭാവികമായിട്ട് ഈ വിഘടനവാദികളൊക്കെ ചെയ്തു വരുന്ന ഒരു കുൽസിത പ്രവർത്തനങ്ങളാണ്. അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഈ തുർക്കിയും ബംഗ്ലാദേശിൽ കടന്നു കയറിക്കൊണ്ട് ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വടക്ക് കിഴക്കൻ മേഖലയിലൊക്കെ നമുക്കറിയാം പ്രശ്നബാധിതമായിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളൊക്കെ ഉള്ളതാണ്. ഈ പറയുന്ന നമ്മൾ പറയുന്ന വിരുദ്ധമായിട്ടുള്ള അനധികൃത കുടിയേറ്റങ്ങളൊക്കെ നടക്കുന്ന ഭാഗങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുടിയേറുന്നതിൽ ഭൂരിഭാഗവും ഈ പറയുന്ന ബംഗ്ലാദേശികളൊക്കെയാണ്. അപ്പോൾ അവരെ ഒഴിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ വാർത്തകളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ ചെന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിഘടനവാദികൾക്ക് പുനരുജ്ജീവനം കൊടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യക്കെതിരെയുള്ള പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാൻ ആർക്കും മനസ്സിലാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടേക്ക് ഈ ഒരു ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു കാര്യം ഇൻജക്റ്റ് ചെയ്തുകൊണ്ട് ഇവർക്ക് കൂടുതൽ പ്രോത്സാഹനമൊക്കെ നൽകി അതിർത്തിയിൽ കുടിയേറിയവരെ കൊണ്ട് തന്നെ നമുക്കെതിരെ പ്രവർത്തിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യുക, കൂടാതെ സ്ലീപ്പർ സെല്ലുകൾക്ക് കൂടുതൽ സ്വാധീനം ആ മേഖലയിൽ ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, കൂടാതെ അസമിലും ബംഗാളിലും ഒക്കെ ഈ പറയുന്ന അനധികൃത കുടിയേറ്റ പ്രശ്നം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉള്ള സമയങ്ങളാണ്. ആ സമയത്ത് നമുക്കെതിരെ ചെയ്യാനുള്ള, അതായത് അസ്ഥിരമായിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാകുമ്പോൾ നമ്മുടെ ശ്രദ്ധ സ്വാഭാവികമായും ആ ഭാഗത്തേക്ക് തിരിയും. അപ്പം മറ്റു വഴികളിലൂടെ ഇവർ കടന്നു കയറുകയും മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ള സ്വാഭാവികമായിട്ടും ഭീകരവാദികളൊക്കെ ചിന്തിക്കുന്ന അതേ മോഡൽ തന്നെയാണ് ഇവിടെയും അവർ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇന്ത്യയും നടപടി ശക്തമാക്കുന്നുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ നിരീക്ഷണം ശക്തമാക്കുന്നുണ്ട്, കൂടുതൽ സേനയെ അങ്ങോട്ടേക്ക് അയക്കുന്നുണ്ട്. മറ്റൊന്ന് ഇൻ്റലിജൻസ് ഏജൻസികൾ ഈ പറയുന്ന റാഡിക്കൽ ഗ്രൂപ്പുകളെയും വിദേശ NGO ഫണ്ടിങ്ങിനെയും ഒക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ആശങ്കകൾ അറിയിക്കാനായിട്ടുള്ള രഹസ്യ നയതന്ത്ര ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. കാരണം നമ്മൾ ഒരിക്കലും നേരെ കയറി അടിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഒരു പോളിസിയല്ല. ഇന്ത്യ കാര്യങ്ങൾ വ്യക്തമായി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും അവർ ആവർത്തിക്കുകയാണെങ്കിൽ നടപടി എടുക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഒരു നിലപാട്. അല്ലാതെ കണ്ണും പൂട്ടി അടിക്കുക, നമുക്കറിയാം ഇതുവരെ നമ്മൾ ചെയ്തു പോന്നിട്ടുള്ളത് അത് തന്നെയാണ്. മറ്റൊന്ന്, ഈ തുർക്കിയും പാക്കും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ചെറുക്കുന്നതിന് സമാന ചിന്താഗതിക്കാരായിട്ടുള്ള മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള ഒരു സഹകരണത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുത്തത് നമ്മളാണ്. അപ്പോൾ അതിനെ ചൊല്ലിയുള്ള ഒരു ഇന്ത്യ വിരുദ്ധ മനോഭാവം കൂടി അവിടെ ഉടലെടുക്കുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഗ്രേറ്റർ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഒരു ഭൂപടവുമായിട്ട് ധാക്ക സർവകലാശാലയെ അത് പ്രദർശിപ്പിക്കുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് നേരെയുള്ള ഒരു പ്രവർത്തനമായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം. അതിൽ തുർക്കിയെ നമ്മൾ ഒരിക്കലും വിശ്വസിച്ചില്ല. തുർക്കിയെ സഹായിച്ചിട്ടുണ്ടെങ്കിലും തുർക്കി നമുക്ക് ചെയ്തിട്ടുള്ളത് കർണത്തടിക്കുന്ന നടപടി തന്നെയാണ്. അപ്പോൾ ഇതിൽ ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ അതുവഴി ഏത് രീതിയിലാണ് തുർക്കിക്കെതിരെ ഒരു നടപടി എടുക്കാൻ കഴിയുന്നത്, അതൊരു പക്ഷേ അവരുമായി സ്ഥിരപ്പെട്ട് നിൽക്കുന്നവർ വഴി നമുക്കും ചെയ്യാൻ കഴിയുന്നതാണ്. പക്ഷെ നമ്മളത് ചെയ്യാത്തത് നമ്മുടെ മാന്യതയാണ്. ഭാരതീയ സംസ്കാരം അതല്ല. ഈ പിന്നിൽ നിന്ന് കുത്തുക എന്നുള്ളതല്ല, നമ്മൾ നേരെ നിന്ന് നേരിട്ടടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ പാകിസ്ഥാനും ചെയ്യുന്നത് ഇതാണല്ലോ. ഇവർക്ക് നേരിട്ടടിക്കാനുള്ള ഭയം വല്ലാതെയുണ്ട്. നമുക്കത് പക്ഷേ നേരിട്ടടിക്കുകയാണ് നമ്മളുടെ ഒരു ആർജവം എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ നടപടികളുമായിട്ടൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. എന്തായാലും ബംഗ്ലാദേശിൽ ഒരു നടപടി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇത്തരത്തിൽ ചോദിച്ചു വാങ്ങുക ആണ് ബംഗ്ലാദേശിൻ്റെ ഉദ്ദേശമെങ്കിൽ നമ്മൾ അടി കൊടുത്തിരിക്കും. അതിൽ ഒരു ശങ്ക വേണ്ട എന്ന് തന്നെ പറയേണ്ടി വരും.